ഹലോ പ്രിയ നിക്ഷേപകർ. വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. System.guru.markets കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധാപൂർവം പരിഗണിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും. Macrovision Inc. Ticker MVIS. ഈ അവലോകനം 2025 ഏപ്രിൽ 23 വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി മൈക്രോവേഷൻ ഇൻക് ഉപവിഭാഗത്തിൽ പെടുന്നു. ഓട്ടോ ഇലക്ട്രോൺ 33 ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രാതിനിധ്യമാണ്. ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക. കമ്പനിയുടെ ഫലം ഇതാണ്. 10 പോയിന്റിൽ -8.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.5 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണ്. കമ്പനിയുടെ -8.5 പോയിന്റിനെതിരെ മൈക്രോവിഷൻ ഇൻക് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. മൈക്രോവിഷൻ ഇൻക് ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിനുള്ളിൽ പ്രമോഷനുകൾ ഞങ്ങൾ കാണുന്നു. മൈക്രോവിഷൻ ഇൻക് -21.8% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ -12.1%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. കമ്പനിയുടെ വിപണി മൂലധനം മൈക്രോവിഷൻ ഇൻക് $0.28 ബില്യൺ ആണ്. $100 ബില്യൺ ഉപവിഭാഗം മൂലധനം. മൈക്രോവിഷൻ ഇൻക് 0.282% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.5 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $42 ബില്യൺ ആണ്. മൈക്രോവിഷൻ ഇൻക് 0.116% ഓഹരിയാണ്. എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകളുടെ താരതമ്യത്തിന് ശേഷം നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക. മൈക്രോവിഷൻ ഇൻക് വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒരു ഉപവിഭാഗത്തിൽ 0.282%. ബാലൻസ് ഷീറ്റ് മൂലധനം 0.116%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 59% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും പുസ്തക മൂല്യവും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $0.051 ബില്യൺ സാമ്പത്തിക ബാധ്യതയുണ്ട്. കമ്പനിയുടെ മൂലധനത്തിന്റെ 102% ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകളാണ്. കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള സ്കോർ മോശം -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 0 ആണ്. 137.9 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$96 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിക്ക് വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 60.1 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.9 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 3063% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $0 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ വിലയ്ക്ക് മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്.
മാർജിൻ -2053%. ഉപവിഭാഗത്തിന് ശരാശരി 1.4%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 2054.4%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.068%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 315% കുറവാണ്. കമ്പനിയുടെ ഓഹരി വിലയിലെ അസന്തുലിതാവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. മൈക്രോവേഷൻ ഇൻകം മറിച്ച് പുനർമൂല്യനിർണയത്തിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം $1,528,000 ആണ്. ഉപവിഭാഗത്തിൽ $368,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 315.2%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം $523.800. ഉപവിഭാഗത്തിലെ ശരാശരിയോടൊപ്പം $2.700. ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കുമുള്ള ശരാശരി വ്യത്യാസം 19,536%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $25,000 ആണ്. ഉപവിഭാഗം പ്രകാരം $195,000. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 680%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ അനുമാനം സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 7.2%വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരികൾ 26.4%-ആയി ചുരുക്കിയിരിക്കുന്നു. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകടസാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. സാങ്കേതിക സൂചകം റിസ് 14 കമ്പനിക്ക് 44% ലെവൽ കാണിക്കുന്നു. മൈക്രോവേഷൻ ഇൻക് ഉപവിഭാഗത്തിന് റിസ് ലെവൽ 14 ഏകദേശം 43%. ശരാശരി ഉപവിഭാഗത്തിലെ ഓഹരികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ്. മൈക്രോവേഷൻ ഇൻക് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം $1.16 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $2.51 ആണ്. നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 117%. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി മൈക്രോവേഷൻ ഇൻക് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഓഹരിക്ക് $1.15 എന്ന നിരക്കിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത്. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ സമീപനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 0.82 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 1.48 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 മെയ് 23 ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ്. മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. ഗുരു മാർക്കറ്റ്സ്